ഹായ് എവറിബഡി, ജഡ്ജ് കാ ഫൈസല എന്ന പാഠത്തിലെ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. റിപ്പീറ്റഡ് ആയിട്ടുള്ള രീതിയിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഇതിനെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ജഡ്ജിനെ യുവക്കോ ക്യാ സസ സുനായി? ജഡ്ജ് യുവക്കിന് എന്ത് പണിഷ്മെൻ്റ് ആണ് കൊടുത്തത് എന്നാണ് ചോദ്യം. ഏപ്രിൽ 2023 വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ലേഖകനെ പരിചയപ്പെടുത്തുക. വിഷ്ണു പ്രഭാകർ ജി ദ്വാര രചിത് ജഡ്ജ് കാ ഫൈസല में एक रेल दुर्घटना से घायल पति पत्नी की कहानी बताई है, जिसमें पत्नी बुरी तरह से घायल हो जाती है पर पति ठीक होकर पत्नी की सुंदरता जाते देख उसकी हत्या कर देता है. വിഷ്ണു പ്രഭാകർ ജി എഴുതിയ ഈ ഒരു കഹാനിയിൽ റെയിൽ ദുർഘടന കാരണം, അതായത് ട്രെയിൻ ആക്സിഡൻറ്റ് കാരണം ഇഞ്ചേർഡ് ആയിട്ടുള്ള ഭാര്യയും ഭർത്താവിൻ്റെ കഥയാണ്. അതിൽ ഭർത്താവ് പെട്ടെന്ന് തന്നെ സുഖപ്പെട്ടിട്ട് ഭാര്യയ്ക്കാണെങ്കിലോ ഒരുപാട് ഇഞ്ചറീസ് പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കാണുന്ന ഭർത്താവ് ഭാര്യയുടെ സൗന്ദര്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു തിരിച്ചറിവിൽ ഭാര്യയെ കൊല ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് വാക്യങ്ങളുടെ അർത്ഥം. जज साहब युवक को मृत्युदंड देते हैं क्योंकि उनके मुताबिक ऐसा ना हो तो युवक की भावनाओं को अपमान होता और प्राण प्रिय पत्नी के वियोग के बाद जीना मृत्यु से भी कष्टप्रद होता. ജഡ്ജ് യുവാവിന് തൂക്കിക്കൊല്ലാൻ വിധിക്കുകയാണ്. യുവാവിൻ്റെ ഫീലിങ്സിന് അതൊരു അപമാനമായിട്ട് മാറും അദ്ദേഹത്തിൻ്റെ ജീവിതം. ഭാര്യ മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഭർത്താവിൻ്റെ ജീവിതം വളരെ കഷ്ടതകൾ നിറഞ്ഞതായിരിക്കും എന്ന അദ്ദേഹത്തിന് തിരിച്ചറിവുള്ളതുകൊണ്ടാണ് ഈ ഒരു പണിഷ്മെൻറ്റ് അദ്ദേഹം ആ യുവാവിന് കൊടുക്കുന്നത്. 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ 2 പാരഗ്രാഫ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ആൻസേഴ്സ് എഴുതാൻ ശ്രമിക്കൂ. ഫസ്റ്റ് പാരഗ്രാഫിൽ ലേഖകനെ പരിചയപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ പ്രമുഖമായിട്ടുള്ള വർക്ക്സ്, അവാർഡ്സ് എല്ലാം പരിചയപ്പെടുത്തി നിങ്ങൾ സെക്കൻഡ് പാരഗ്രാഫിൽ ഈ ആൻസർ എഴുതി കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്യാൻ ശ്രമിക്കും. റെയിൽ ദുർഘടനാമേ വിമലാക്കോ ക്യാ ഹുവാ താ? ട്രെയിൻ ആക്സിഡൻറ്റിൽ വിമലയ്ക്ക് എന്താ പറ്റിയത് എന്നാണ് ചോദ്യം. ഏപ്രിൽ 2021 വന്നിരിക്കുന്ന ചോദ്യമാണത്. വിമല അപ്നെ പതി കെ സാത്ത് ട്രെയിൻ മേ സഫർ കർ രഹി थी. ഭർത്താവിൻ്റെ ഒപ്പം ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു വിമല. ജബ് റെയിൽ ദുർഘടന ഘട്ടി और उसकी जान तो बच गई लेकिन उसके घाव बहुत गहरे थे. അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്താണ് ഒരു ട്രെയിൻ ആക്സിഡൻറ്റ് ഉണ്ടാവുകയും അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടില്ല, പക്ഷേ അവർക്ക് ഒരുപാട് മുറിവുകൾ പറ്റി, ഇഞ്ചറീസ് ഉണ്ടായിരുന്നു. റൈറ്റ് സൈഡിൻ്റെ കാലിൻ്റെ എല്ല് പൊട്ടി, ഒരു കാല് മുറിക്കേണ്ടി വന്നു, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു, മുഖത്ത് വലിയൊരു കട്ട് എന്ന രീതിയിൽ ഒരു ഇഞ്ചറി ഉണ്ടാവുകയും മുഖം കുറച്ച് ചെരിയാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു എന്നാണ് ആ വാക്യങ്ങളുടെ അർത്ഥം വരുന്നത്. ദാഹിനി पैर के हड्डी टूट गई, एक पैर को काटना पड़ा और उसकी आंखों की रोशनी जाती रही, चेहरे पर दरार पड़ गई जिसके कारण मुंह कुछ टेढ़ा हो जाने की संभावना थी. रेल दुर्घटना में घायल विमला को पति ने क्या किया? ഏപ്രിൽ 2022 വന്നിരിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഇഞ്ചേർഡായിട്ട് കിടക്കുന്ന വിമലയെ ഭർത്താവ് എന്താ ചെയ്തത് എന്നാണ് ചോദ്യം. रेल दुर्घटना में पति और पत्नी दोनों घायल हो गए, लेकिन पत्नी विमला को बहुत सारी चोटें आई. एक पैर कट गया, चेहरा टेढ़ा हो गया, एक आंख की रोशनी चली गई. ട്രെയിൻ ആക്സിഡൻറ്റിൽ ഭർത്താവും ഭാര്യയും രണ്ടാളും ഇഞ്ചേർഡായെങ്കിലും ഭർത്താവിൻ്റെ ഇഞ്ചറീസ് എല്ലാം പെട്ടെന്ന് തന്നെ ശരിയാവുകയും ഭാര്യയ്ക്ക് ഒരു കാലിലെ എല്ല് പൊട്ടി, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു, ഒരു കാല് മുറിക്കേണ്ടി വന്നു, മുഖം കുറച്ച് ചെരിവ് വന്നു. ഇതെല്ലാം സംഭവിച്ചപ്പോൾ ഭർത്താവ് പെട്ടെന്ന് തന്നെ റിക്കവറായിട്ട് വരികയാണ് ചെയ്യുന്നത്. പതി കോ വിമല की सुंदरता खो जाने की बहुत दुख हुआ और उसने विमला का गला दबाकर जान से मार डाला. വിമലയുടെ സൗന്ദര്യം പോകുന്നത് കണ്ട് ഭർത്താവിന് വളരെയധികം ദുഃഖമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വിമലയെ കഴുത്തി ഞെരിച്ച് ഭർത്താവ് കൊല്ലുകയാണ് ചെയ്തത് എന്നാണ് ഈ വാക്യങ്ങളുടെ അർത്ഥം വരുന്നത്. 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ ശ്രമിക്കണം. ഈ പോയിൻറ്റ്സ് കുറച്ചും കൂടി നറേറ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ നിങ്ങൾ എഴുതാൻ ശ്രമിക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ എക്സാമിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. എൻ്റെ വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്